അയ്യപ്പേട്ടാ, പി വി അൻവറിന്റെ കാര്യം ഞാൻ നോക്കുമ്പോഴേ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് യാതൊരു ബോധ്യവും ഇല്ലാത്ത രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കിളി പോയോ എന്നൊരു സംശയവും കൂടി എനിക്കുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വോട്ട് സ്വയംഭൂവായിട്ടൊക്കെ വരുമെന്നുള്ള രീതിയിൽ വെച്ച് താങ്ങിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് അവിടെ സംഭവിക്കുന്നത്? പ്രീത, ഇപ്പൊ CPM നിന്ന് പുറത്താക്കപ്പെട്ട PV അൻവർ, CPM നിന്ന് അദ്ദേഹമാണ് പുറത്ത്, CPM പുറത്താക്കിയതല്ല, അദ്ദേഹം ആദ്യം ചാടിപ്പോയി, പിന്നെ CPM സ്വതന്ത്ര MLA എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പുറത്താക്കി എന്ന് പറഞ്ഞു. അതൊരു ചടങ്ങാണ്. അപ്പൊ ഈ പുറത്തായി കഴിഞ്ഞപ്പോഴാണ് എന്താണ് ശരിക്കും CPM ഒരു മാഹാത്മ്യം എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു സ്വതന്ത്രത്തിന്റെ രീതിയിൽ, അതായത് CPM മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിൽ ചാടി വരുന്നവരെ കൊണ്ടു നടന്ന് ഈ പാർട്ടിയിലുള്ള അംഗങ്ങളെക്കാളും സ്നേഹം പുറത്തുനിന്ന് വരുന്നവരോടൊക്കെ അവർ കാണിക്കാറുണ്ട്. അത്തരത്തിൽ PV അൻവറിനെ ഇവർ കൊണ്ടുപോയി കൂടെ നിർത്തി സംരക്ഷിച്ചു. അങ്ങേയറ്റം ഒരു തവണ അദ്ദേഹത്തിന് മന്ത്രി വേണമെങ്കിൽ ആക്കുമായിരുന്നു. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചാടിപ്പോന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ക്ഷമിച്ചങ്ങ് നിന്നിരുന്നെങ്കിൽ ഒരു പിണറായി സർക്കാർ വന്നെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് തന്നെ ജയിച്ച് അദ്ദേഹത്തിന് ഒരു മന്ത്രിയാക്കിയത്. അപ്പൊ ഇപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടാൽ പ്രീത പറഞ്ഞ പോലെ ഇപ്പൊ സ്വയംഭൂവാണ്, തനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട് സ്വയംഭൂവാണെന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. സ്വയംഭൂ എന്ന് പറയുമ്പോൾ ശിവലിംഗം സ്വയംഭൂവാണ്, അറിയാമല്ലോ. ചില അമ്പലങ്ങളില് ശിവലിംഗം സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായി വരുന്നതെന്ന് പറയും. അപ്പൊ അദ്ദേഹം ഇപ്പോ ഇത്തരത്തിൽ ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു വർത്തമാനം ഇദ്ദേഹം തിരിച്ച് CPM പോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്വയംഭൂവും തിരിച്ചു പോകുന്നതും തമ്മിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ CPM കിട്ടാനുള്ള വോട്ട് ഇദ്ദേഹമായിട്ട് കളയണ്ട എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം ആന്റി പിണറായി വോട്ടുകളുണ്ട്. ആന്റി പിണറായി വോട്ട് തനിക്ക് കിട്ടണ്ട, താൻ ഇറങ്ങി വോട്ട് ചോദിച്ചാലേ തനിക്ക് കിട്ടുള്ളൂ. അപ്പൊ താൻ ഇറങ്ങി വോട്ട് ചോദിക്കുന്നില്ല. അതിന് കാരണം പറയുന്നത് എന്റെ കാശില്ല, അദ്ദേഹത്തിന്റെ കാശില്ലെന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. ആസ്തിയൊക്കെ അദ്ദേഹത്തിന് ഒരുപാടുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പൊ കാശില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കാശില്ല എന്ന് പറയുന്നതിന്റെ കാരണം ആസ്തി ഉണ്ടാവും, അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വീടുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട്, നമുക്ക് വണ്ടിയുണ്ട്, അതെല്ലാം ആസ്തിയാണ്. പക്ഷെ പോക്കറ്റിൽ ഒരു 10 രൂപ എടുക്കാനുണ്ടാവും, അതാണ് ആവശ്യം വേണ്ടത്. അദ്ദേഹത്തിന് ചിലവാക്കാൻ കാശില്ല. നമുക്ക് ചിലവാക്കാൻ കാശ് വേണം. ഇപ്പൊ നമുക്കൊരു അത്യാവശ്യം ഒരു പേന വാങ്ങാൻ 10 രൂപയെങ്കിലും കയ്യിൽ വേണ്ടേ, അതെങ്കിലും അദ്ദേഹത്തിന്റെ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര കണ്ട് ഞാൻ പാപ്പരായി, അതിന് വേറെ അർത്ഥമുണ്ട്. എന്നെ CPM പാപ്പരാക്കി. ഞാനൊരു വലിയ ധനാഢ്യനായിരുന്നു, ഞാൻ CPM ഈ പാർട്ടിയിൽ വന്നു, എന്റെ എന്നുള്ള കാശെല്ലാം ഇവർ വഹിച്ചോളൂ. അല്ല, അത് സത്യമായിരിക്കാം. കാരണം അതുവരെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് ആ കണക്ക് പുസ്തകം അല്ല, CPM-ന്റെ ഒരു രീതി അനുസരിച്ച് ഊറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രീത, കാശുള്ളവനെ അവർ വിളിക്കുള്ളൂ, കാശുള്ളവനെ അവർ കൂടെ നിർത്താൻ ശ്രമിക്കുകയുള്ളൂ. കാശിന്റെ കാര്യത്തിന് അവർക്ക് പ്രത്യേക ഓർമ്മയാണ്. ലെവി വാങ്ങാനായിട്ട് കൃത്യമായിട്ട് വിളിക്കും. ഒരു പാർട്ടിയിൽ കാശ് കൊടുക്കുന്നവനാണ് കൃത്യമായിട്ട് അവന്റെ ഇന്ന് കാശിനുള്ള സ്നേഹം CPM നേതാക്കൾക്ക് എല്ലാം കാണും. അതൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞ് എനിക്കറിയാം. ലെവി വാങ്ങിക്കാൻ കൃത്യമായിട്ട് വിളിക്കും. മറ്റേ പാർട്ടി പരിപാടികൾക്ക് ചായയും ചോറും തിന്നാനുള്ള കാശിന് വിളിക്കും. ഹാളിന്റെ കാശ് കൊടുക്കാൻ വിളിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ അടുത്തത് വേണ്ടെന്ന് പറഞ്ഞത് മറ്റേ CPM-ന്റെ ആ മന്ദിരം സെന്ററിന്റെ പരിപാടിക്ക് മാത്രമാണ് പിരിക്കാതിരുന്നത്. അതവർക്ക് കിട്ടിക്കാണും, ഏതെങ്കിലും കോറി മുതലാളിയോ ആയവരോ ഒക്കെ കൊടുത്തു കാണും. പക്ഷെ അതിന് വേറൊരു എഴി പിറകെ വരും. അന്ന് ഞങ്ങൾ ചോദിച്ചില്ല, ഇപ്പൊ ഇതിന് വേണമെന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഫണ്ട് പിരിക്കുന്നതിനെ ഒക്കെ അദ്ദേഹത്തിന്റെ പിരിച്ചിട്ടുണ്ടാകാം. അപ്പൊ PV അൻവർ പറഞ്ഞു വെക്കുന്നത് ഞാൻ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നില്ല, എനിക്ക് സ്വയംഭൂവായിട്ട് വോട്ട് വരും എന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇവിടെ ചോദിക്കേണ്ടി വരും. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടെന്നറിയും. ഇദ്ദേഹം ഇത്രയും തെറി വിളിക്കുമ്പോൾ പിണറായി വിജയൻ അടങ്ങുന്ന ഈ സംഘം അദ്ദേഹത്തിന് വീണ്ടും കയറ്റുമെന്ന് കരുതുന്നുണ്ട്. ചിലപ്പോൾ വാത്സല്യം കൂടി പിണറായി വിജയൻ ചിലപ്പോൾ പാർട്ടിയിലോട്ട് എടുത്തെന്നിരിക്കാം. അല്ല, അവർക്ക് പല കാര്യങ്ങളും ഉണ്ടല്ലോ, രാഷ്ട്രീയം മാത്രമല്ല അവരുടെ താല്പര്യം. ചിലപ്പോൾ കച്ചവട താല്പര്യമാണ് പിണറായി ഭരിക്കുമ്പോൾ കൂടുതൽ ഒരു ബിഗ് കച്ചവടം പിണറായിക്ക് വെച്ച് നീട്ടുണ്ടാകാം. ശരി, ആയിക്കോട്ടെ, ഉണ്ടാകാം. കാരണം ഇപ്പൊ നിന്നിരിക്കുന്ന ചില കച്ചവടങ്ങൾ ഉണ്ടാകാം, മേ ബി. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോ അൻവർ അജിത് കുമാറുമായിട്ടൊക്കെ ഉടക്കി ഇറങ്ങി എന്നാണല്ലോ വൈപ്പ്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ നിന്ന് പോയിട്ടുള്ള ചില കച്ചവടങ്ങൾ ഉണ്ടാകും. അൻവർ വഴി മാത്രം ഡീലാവുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഒരാള് പോകുമ്പോ അയാൾ വഴി മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അച്ഛ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ചവിട്ടിയിട്ട് പിണറായി വേണമെങ്കിൽ അതിനു വേണ്ടി ക്ഷമിക്കാം.
അല്ല, പ്രജിത പറഞ്ഞ ആ പോയിന്റ് ഞാൻ സമ്മതിച്ചു. എന്നുവെച്ചാൽ ആദ്യത്തേതിൽ കച്ചവടം ഏതെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടാവാം. ആ ബ്ലോക്കായ കച്ചവടം സ്മൂത്തായിട്ട് വരണമെങ്കിൽ അൻവർ ഇടപെട്ട് പറഞ്ഞാലേ വരുള്ളൂ. അങ്ങനെ അത് ബ്ലോക്കായ കച്ചവടം വരാനായിട്ട് അൻവർ പറയേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ അൻവറിന്റെ ഒരു വാക്കിന് വെയിറ്റ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ അൻവർ പുതിയൊരു കച്ചവടം കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കാം. അങ്ങനെ കച്ചവടം ഒക്കെ ആകുമ്പോൾ ഗോവിന്ദന് മെസ്സേജ് ചെയ്യലും, ഇടയിൽ അവനെ പതുക്കെ ഗ്രൂപ്പ് മെമ്പറായിട്ടോ, അല്ല ഗ്രൂപ്പ് മെമ്പറല്ല, അവൻ കിടക്കട്ടെ, അവൻ ഇത്രയും തെറിയൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് കച്ചവടം കൊണ്ടുവന്നല്ലേ ഗോവിന്ദൻ പറയണമെങ്കിൽ മോളിൽ നിന്ന് ഓർഡർ വരണം. അല്ല, മോളിൽ നിന്ന് ഓർഡർ വരും. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് PV അൻവർ ഇപ്പോൾ ഇലക്ഷന് വോട്ട് തേടി പോകുന്നില്ല. സ്വയംഭൂ എന്ന് പറയുമ്പോൾ അതായത് പിണറായി വിരുദ്ധ വോട്ടുകൾ താൻ കാരണം എനിക്ക് കിട്ടി, എനിക്കിപ്പോൾ വോട്ട് വരണ്ട, അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ, അവർക്ക് കിട്ടാനുള്ള പൊക്കോട്ടെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അൻവറിന്റെ നാക്കത്ര ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ബ്രേക്ക് ഇല്ലാതെ നാക്ക. അപ്പൊ എവിടെയെങ്കിലും കയറണം. ഒന്നാമത് ഒരടി കിട്ടി എനിക്ക് ഇവിടുത്തെ ആളുകളെയൊക്കെ നന്നായിട്ട് ഈ UDF-ലുള്ള തമ്മിലടി, UDF-ലുള്ള അത്രയും പ്രശ്നം എന്തായാലും LDF വരൂല. ഒരു ചവിട്ട് കിട്ടിയാലും അതവിടെ നിൽക്കും. കാരണം 2 തവണ അവരോടൊപ്പം നിന്ന് അതിന്റെ ഒരു തഴമ്പുണ്ട്. അപ്പൊ കൊള്ളുമ്പോ അത്ര ഏക്കൂല. പക്ഷെ UDF വരുമ്പോ സതീശനെ കേൾക്കണോ, സുധാകരനെ കേൾക്കണോ, ചെന്നിത്തലേനെ കേൾക്കണോ, KC-നെ കേൾക്കണോ, നേതാക്കന്മാരുടെ ആകെ സുധാകരനെ ഉണ്ടാവുള്ളൂ കൂടെ. അതല്ല, നേതാക്കന്മാരുടെ ബാഹുല്യമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് അൻവർ വട്ടം തിരിയുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പുറത്തോട്ട് വരുമ്പോ എന്തൊക്കെ പറഞ്ഞാൽ സാക്ഷാൽ പിണറായി. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പൊ അവിടെ വരുമ്പോഴേക്കും ഇത്രയും ചവിട്ട് കേൾക്കണ്ട, ആ ഒരാളുടെ ചവിട്ട് കിട്ടിയാൽ മതി. ഇവിടെ നിന്ന് ഒരു ഓർഡർ എന്നിട്ടുണ്ടെങ്കിൽ ശശി അനങ്ങൂല, അജിത് കുമാർ അനങ്ങൂല, അങ്ങനെയുള്ള ആരും അനങ്ങില്ല. അപ്പൊ അൻവർ തമ്മിൽ ഇനി രാത്രി ഉറക്കത്തിൽ കിടക്കുമ്പോ ചിന്തിക്കുന്നുണ്ടാവും, എവിടെ പോയാൽ ചവിട്ട് കുറവായിരിക്കും, ഇവിടെ പോകുന്നതായിരിക്കാം. ആ ഒരു ചിന്തയിലായിരിക്കും ചേട്ടൻ പറഞ്ഞതുപോലെ സ്വയംഭൂവായി വോട്ട് വരും. സ്വയംഭൂ വോട്ട് വന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം, എന്നെ ആരും സംരക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നതിന് പിന്നിൽ ഞാൻ നിങ്ങളുടെ വോട്ടൊന്നും കൊണ്ടുപോയില്ല, എനിക്ക് കിട്ടാനുള്ള വോട്ടേ കിട്ടിയുള്ളൂ, നിങ്ങൾക്കുള്ള വോട്ടുണ്ടായിരുന്നു. ഇപ്പം ഷൗക്കത്ത് ജയിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഷൗക്കത്തിന്റെ ശതമാനം ഇനിയിപ്പോൾ ലക്ഷ്യം VD സതീശന്റെ അൾട്ടിമേറ്റ് എന്നുള്ള ഇതായി ഈ ഒറ്റക്കൊമ്പന് പ്രതികാരം എന്നൊക്കെ പറയുന്നത് പോലെ ഇനി അൻവർ നിലമ്പൂർ കാടുകളിൽ സഞ്ചരിക്കുന്നത് VD സതീശ നിന്റെ അന്ത്യം ഞാൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാവാനാണ് സാധ്യത. കാര്യം അദ്ദേഹത്തിന് തണ്ടി പിണറായി അല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതായത് NB എന്ന് പറഞ്ഞിട്ട് ചേർക്കാം നമുക്ക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് പുരുഷു ക്ഷമിക്കണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയും കൂടിയുണ്ട്. എന്തായാലും പുരുഷു എന്നോട് ക്ഷമിക്കണം, എന്നെ ദയവായി നിങ്ങളുടെ താവളത്തിലേക്ക് തിരിച്ചു വിളിക്കണം, പിന്നെ അജിത് അളിയനോട് സംസാരിക്കണം. എന്റെ നാക്കിന് ഇത്തിരി പ്രശ്നമുള്ളതാണ്, അത് അറിയാമല്ലോ. കാര്യം നമ്മളിത് പറയുമ്പോഴും രാഷ്ട്രീയമാണ്, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അത് രാഷ്ട്രീയത്തിലൊന്നും ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ. എന്തിനാ അടുത്ത നിമിഷം മാറി മറിയുന്ന കാര്യങ്ങളാണ്. വോട്ടിന്റെ എണ്ണം പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വോട്ടായിരിക്കില്ല കിട്ടാറുള്ളത്. ഏതായാലും 2 തവണ MLA ആയ PV അൻവർ വോട്ട് ചോദിക്കാൻ പോലും കയ്യിൽ കാശില്ലെന്ന് പറയുമ്പോഴും, തന്റെ പോക്കറ്റിൽ കയ്യിൽ കാലിണയില്ല എന്ന് പറയുന്നു, തനിക്ക് കിട്ടേണ്ട വോട്ട് സ്വയംഭൂവാണെന്നൊക്കെ പറയുമ്പോൾ, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അൻവറിന് വെളിവ് പോയോ, അതേ CPM-ന്റെ വെളിവ് പോയോ? എന്തായാലും അദ്ദേഹത്തോട് പിണറായി പിണറായി എനിക്ക് തോന്നുന്നു പുരുഷ ക്ഷമിക്കാനാണ് സാധ്യത. ക്ഷമിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.